ടോക്സിക് സിനിമ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മോസ്റ്റ് ആൻറ്റിസിപ്പേറ്റഡ് സിനിമകളിൽ ഒന്നായിരുന്നു. ഫസ്റ്റ് റാങ്കിങ്ങിൽ നിൽക്കുന്ന സിനിമയാണ്. എന്നാൽ സിനിമ റിലീസിന് ശേഷം അങ്ങനെയല്ല സാഹചര്യം. പ്രത്യേകിച്ച് റിലീസ് ചെയ്ത ആദ്യത്തെ ദിവസത്തിലെ ആദ്യത്തെ ഷോ കഴിഞ്ഞപ്പോൾ മുതൽ തന്നെ സോഷ്യൽ മീഡിയയിൽ ഒട്ടാകെ തന്നെ നെഗറ്റീവ് റിവ്യൂകൾ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങി. ഇതിൻ്റെ ഏറ്റവും കൗതുകകരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടി യശ് ആരാധകർ പോലും മുന്നോട്ട് വന്നില്ല എന്നാണ്. പ്രത്യേകിച്ച് ഒരു സ്റ്റാർ സിനിമയാകുമ്പോഴേക്കും സോഷ്യൽ മീഡിയയിൽ ബാക്ക്ലാഷിംഗ് സംഭവിക്കുമ്പോഴേക്കും ആ താരത്തിൻ്റെ ആരാധകർ അതിനെ എതിർക്കാറാണ് പതിവ്. പക്ഷേ ഇവിടെ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായില്ല. ഈ നെഗറ്റീവ് റിവ്യൂസ് കൂടിയതിൻ്റെ പശ്ചാത്തലത്തിൽ, ഇന്ത്യ ഒട്ടാകെ തന്നെ നെഗറ്റീവ് റിവ്യൂസ് കൂടിയതിൻ്റെ പശ്ചാത്തലത്തിൽ ബുക്ക് മൈ ഷോയിൽ നിന്ന് റേറ്റിംഗ് കണക്കുകൾ അവർ പൂർണ്ണമായും മാറ്റിയിരിക്കുന്നു എന്ന് വേണം തന്നെ പറയാൻ. 5.5 ആയിരുന്നു 10 ബുക്ക് മൈ ഷോയിൽ യൂസേഴ്സ് റിവ്യൂ കൊടുത്തിരുന്നത്. അത് അത്രയും മോശമായതുകൊണ്ട് തന്നെ ബുക്ക് മൈ ഷോ അത് അപ്പാടെ നീക്കിക്കളഞ്ഞിരിക്കുകയാണ്. അത് ഒരു പക്ഷേ വല്ലപ്പോഴും മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇതാണ് ഈ ചിത്രത്തിൻ്റെ ഏറ്റവും ദയനീയമായ അവസ്ഥയായിട്ട് നമുക്ക് പറയാനുള്ളത്. ബുക്ക് മൈ ഷോയിൽ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത ആളുകൾക്ക് അതിൽ റിവ്യൂ പോസ്റ്റ് ചെയ്യാൻ കഴിയില്ല. അതാണ് സാഹചര്യം. ആ റിവ്യൂ അവർ ഡിസേബിൾ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു ഡിസേബിളിംഗ് രീതിയിലേക്ക് ടോക്സിക് മാറുന്നത് അത്രയധികം നെഗറ്റീവ് റിവ്യൂസ് ജനങ്ങളുടെ ഭാഗത്തു നിന്നും ഉള്ളതുകൊണ്ടാണ്. IMDbയിൽ 6.6 ആണ് റേറ്റിംഗ്. ഡിസ്ട്രിക്ട് എന്ന ബുക്കിംഗ് ആപ്പിൽ 6 ആണ് റേറ്റിംഗ്. ബുക്ക് മൈ ഷോയിൽ 5.5 ആണ് റേറ്റിംഗ്. ഇത്രയും ഡിസാസ്റ്ററായിട്ട് ഒരു പാൻ ഇന്ത്യൻ സിനിമ, ഇത്രയധികം ഹൈപ്പിൽ വന്ന ഒരു പാൻ ഇന്ത്യൻ സിനിമയ്ക്ക് മാറുന്നു എന്നതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു നിലപാടിലേക്ക് ഇതിൻ്റെ ടിക്കറ്റിംഗ് ആപ്സ് പോയത്. പക്ഷേ എന്നാൽ പോലും ആദ്യ ദിവസം ചിത്രത്തിൻ്റെ കളക്ഷൻ 140 കോടിയിലേക്കാണ് പോയത്. എന്നാൽ രണ്ടാം ദിനം ഇത് കുത്തനെ ഇടിയുകയായിരുന്നു. ആദ്യത്തെ ദിവസം കൂടാനുള്ള കാരണം സ്വാഭാവികമായി റിലീസിന് മുന്നേ തന്നെയുള്ള ഹൈപ്പ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ആളുകൾ നേരത്തെ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെയാണ് 140 കോടിയിലേക്ക് എത്തിയത്. ഈ കണക്കിന് ഡിസ്ട്രിബ്യൂഷൻ നമ്മളൊന്ന് എടുത്ത് സംസാരിക്കണം. പ്രത്യേകിച്ച് ഹിന്ദിയിലാണ് 55 കോടി രൂപ നേടുന്നത്. കന്നഡ വേർഷൻ 23 കോടി സ്വന്തമാക്കുന്നു. മലയാളത്തിൽ നിന്ന് 1 കോടി 30 ലക്ഷവും തമിഴിൽ നിന്ന് 5 കോടി 50 ലക്ഷവും തെലുങ്കിൽ നിന്ന് 16 കോടിയുമാണ് ആദ്യ ദിവസം ചിത്രം കളക്ട് ചെയ്യുന്നത്. അങ്ങനെയാണ് 140 കോടിയിലേക്ക് എത്തുന്നത്. എന്നാൽ രണ്ടാം ദിനമാവട്ടെ ആദ്യ ദിനത്തിലെ ഈ നെഗറ്റീവ് റിവ്യൂസും ഒക്കെ തന്നെ ഈ ബാഡ് റിവ്യൂസൊക്കെ കാരണമായിട്ട് പലരും ടിക്കറ്റ് ക്യാൻസൽ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വരുന്നു. രണ്ടാം ദിനത്തിൽ പലരും ഹൗസ്ഫുൾ ഷോസ് ഒന്നും ആദ്യത്തെ ദിവസത്തിൽ കണ്ട ആ ഒരു പ്രതികരണമൊന്നും രണ്ടാം ദിനത്തിൽ ഉണ്ടായിരുന്നതുമില്ല. അതെല്ലാം ചിത്രത്തിന് വലിയ നെഗറ്റീവായിട്ട് മാറിയിട്ടുമുണ്ട്. ഇവിടെ മലയാളത്തിൽ പോലും നമ്മൾ എടുത്തു നോക്കിയാൽ ബത്ലഹേം കുടുംബ യൂണിറ്റ് പോലൊരു സിനിമകളൊക്കെ തന്നെ വളരെ റീജിയണലായിട്ട് നിൽക്കുന്ന സിനിമയാണെങ്കിൽ പോലും അതിന് ഇപ്പോൾ ടോക്സിക്കിനേക്കാൾ വലിയ ബുക്കിങ്ങിലേക്ക് നീങ്ങുന്നൊരു സാഹചര്യമുണ്ട്. ടോക്സിക്കിന് 5 ദിവസം മുന്നേ റിലീസ് ചെയ്ത സിനിമയാണ് ഈ നിവിൻ പോളി ചിത്രം. ഒരു കമ്പാരിസണായിട്ട് മാത്രം പറഞ്ഞതാണ്. പക്ഷേ ബുക്കിങ്ങിൽ ഒരു പാൻ ഇന്ത്യൻ ചിത്രത്തിന് ഇത്രയും വലിയ ഡിസാസ്റ്ററായി മാറുമ്പോൾ, ഇത്രയും വലിയ ഹൈപ്പിൽ റിലീസ് ചെയ്തൊരു സിനിമയ്ക്ക് ഇത്രയും മോശമായിട്ടുള്ള റിവ്യൂകൾ കിട്ടുമ്പോൾ ഗീതു മോഹൻദാസിനെതിരെയും ബാക്ക്ലാഷിംഗ് സംഭവിക്കുന്നു. അതിൽ 2 കാരണങ്ങളുണ്ട്. ഗീതു മോഹൻദാസിൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് തന്നെയായിരുന്നു. പ്രത്യേകിച്ച് ഈ കസബ റിലീസ് ചെയ്യുന്ന സമയത്ത് WCC ഓർഗനൈസ് ചെയ്തൊരു പ്രസ് മീറ്റിൽ ഈ സ്ത്രീ വിരുദ്ധതയ്ക്കെതിരെ സംസാരിച്ച അതേ ഗീതു മോഹൻദാസ് വർഷങ്ങൾക്കിപ്പുറം മറ്റൊരു ഇൻഡസ്ട്രിയിൽ പോയി സ്ത്രീ വിരുദ്ധത നിറയുന്നൊരു സിനിമ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഗീതുവിൻ്റെ ഈ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്, ഡബിൾ സ്റ്റാൻഡേർഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ ചർച്ചയാവുന്നു. റെഡിറ്റ് ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിൽ ഗീതു മോഹൻദാസിൻ്റെ നിലപാടുകളെയും ഗീതു മോഹൻദാസ് എടുത്ത സിനിമയുടെ വിഷ്വൽസും ഉൾപ്പെടെ ചോദ്യം ചെയ്തുകൊണ്ട് ആളുകൾ രംഗത്തെത്തുകയും ചെയ്തിട്ടുണ്ട്. ഗീതു മോഹൻദാസ് കൊച്ചിയിൽ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു പ്രീ റിലീസ് ഇവൻറ്റിൽ എല്ലാ വിമർശനങ്ങൾക്കും എല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ താൻ തയ്യാറാണ് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഈ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഈ ചിത്രത്തിൽ നേരിടുന്ന ഈ നെഗറ്റീവ് റിവ്യൂകൾക്ക് അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കാനോ ജനങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാനോ ഗീതു മോഹൻദാസ് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് തന്നെ പൊളിറ്റിക്കൽ സ്റ്റാൻഡുമായി ബന്ധപ്പെട്ടും സിനിമയിൽ നടത്തുന്ന ഈ സ്ത്രീ വിരുദ്ധതയും ഒബ്ജക്റ്റിഫിക്കേഷനും ഈ നായകൻ്റെ ഗ്ലോറിഫിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന തരത്തിലുള്ള പല പ്രോപ്പർട്ടീസുമായിട്ടും സ്ത്രീകളെ സെക്ഷുവലൈസ് ചെയ്യുന്ന രീതിയിലേക്ക് വരെ ഈ സിനിമ അതികഠിനമായി യൂസ് ചെയ്യുന്നുണ്ട്. അതിന് യാതൊരുവിധ ന്യായീകരണവും കൊടുക്കാതെ ഗ്ലോറിഫൈ ചെയ്യുകയാണ്. അതിനുള്ള മറുപടി ഒന്നും തന്നെ ഗീതു നൽകുന്നുമില്ല. ഈ സിനിമയുടെ പ്രൊമോഷണൽ വീഡിയോകളൊക്കെ കഴിഞ്ഞ 1 വർഷവും 1.5 വർഷവും ഒക്കെ മുമ്പ് പുറത്തു വരുന്ന സമയത്ത് പോലും ഈ സിനിമയ്ക്ക് എതിരെ അല്ലെങ്കിൽ അതിൻ്റെ വിഷ്വൽസിനെതിരെ സംസാരിക്കുന്ന സമയത്ത് ഗീതു പറഞ്ഞിരുന്നത് സിനിമ റിലീസാകുമ്പോൾ അതിന് മറുപടി ഉണ്ടാകുമെന്നാണ്. എന്നാൽ സിനിമ റിലീസായി യാതൊരു മറുപടിയും അതിനൊന്നും കിട്ടിയിട്ടില്ല. ചോദ്യങ്ങൾ കൂടുകയാണ് ചെയ്തത്. അപ്പോഴാണ് ഗീതുവിൻ്റെ മൗനവും തുടരുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നത്. റിലീസ് ചെയ്ത് ഏകദേശം 48 മണിക്കൂർ പിന്നിടുന്ന സാഹചര്യത്തിൽ ഇന്ത്യ ഒട്ടാകെ തന്നെ ബോക്സ് ഓഫീസിൽ ഗീതു മോഹൻദാസിനെതിരെ ശക്തമായ മറുപടി ജനങ്ങൾ കൊടുക്കുമ്പോൾ എന്താണ് ഗീതുവിന് മറുപടി പറയുക? പ്രത്യേകിച്ച് മലയാള സിനിമാ മേഖലയിൽ വിനായകനാണ് ഇത് ആദ്യം തുടങ്ങി വയ്ക്കുന്നത്. ദി അൾട്ടിമേറ്റ് ഫിലിം മേക്കർ ഫ്രം WCC എന്ന് പരിഹാസത്തോടു കൂടിയാണ് വിനായകൻ ആദ്യം പോസ്റ്റ് ചെയ്യുന്നത് ഗീതു മോഹൻദാസിനെതിരെ. പിന്നാലെ സെയ്റ്റ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് MA നിഷാദ് പോസ്റ്റ് ചെയ്യുന്നു കഴിഞ്ഞ ദിവസം. പിന്നാലെ രൂപേഷ് പിതാംബരൻ എന്ന സംവിധായകൻ കസബ എന്ന സിനിമയുടെ വിഷ്വൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ആണ് രംഗത്തെത്തിയത്. ഗീതു മോഹൻദാസിനെതിരെ ശക്തമായി സംസാരിക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസം നിതിൻ രഞ്ജി പണിക്കർ, കസബയുടെ സംവിധായകൻ, മമ്മൂട്ടിയുടെ ഒരു ചിത്രം, രാജൻ സക്കറിയ എന്ന കഥാപാത്രത്തിൻ്റെ ഒരു ചിത്രം പങ്കുവെച്ചുകൊണ്ടാണ് ഗീതുവിന് മറുപടിയുമായി എത്തിയത്. അങ്ങനെ മലയാള സിനിമാ മേഖലയിൽ നിന്നുകൊണ്ട് തന്നെ രംഗത്തെത്തുന്നുണ്ട്. ഇതിൻ്റെ മറ്റൊരു കാര്യം, WCCയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള മറുപടിയില്ല. സാധാരണയായി ഗീതു മോഹൻദാസ് WCCയുടെ ആക്റ്റീവ് മെമ്പറാണ്. ആ സംഘടനയുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള മറുപടി ഉണ്ടാകുന്നില്ല. പ്രത്യേകിച്ച് സ്ത്രീ വിരുദ്ധത നിറയുന്ന ഒരു
ഒരു സിനിമയിൽ എന്തുകൊണ്ട് WCCയുടെ മൗനം തുടരുന്നു എന്നുള്ളത് വളരെ പ്രസക്തമായ ഒരു ചോദ്യമാണ്. എന്ത് ന്യായീകരണമാണ് അതിൽ പറയാനുള്ളത് എന്നുള്ളതും വലിയ പ്രസക്തമായ ഒരു ചോദ്യമാണ്. അതിനിടയിൽ ഗീതു മറുപടി പറയുമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ പോലും ഒരു തരത്തിലുള്ള മറുപടി ഈ 48 മണിക്കൂറിനിടയിലും സംഭവിക്കുന്നില്ല. ബോക്സ് ഓഫീസിൽ അതിൻ്റെ പ്രതിഫലനം കാണുന്നുമുണ്ട്. മലയാളത്തിൽ മാത്രമല്ല, തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഹിന്ദിയിലുമായി കുത്തനെയാണ് ടിക്കറ്റുകൾ ക്യാൻസലായി പോകുന്നത്. അതോടൊപ്പം തന്നെ ഷോകൾ ഹൗസ്ഫുള്ളിൽ നിന്ന് മാറി 10-15 പേരും മാത്രമായിട്ട് ഷോ കളിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കും ഈ സിനിമ നീങ്ങുന്നുണ്ട്. അതൊരു വലിയ തിരിച്ചടിയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയിൽ 4.5 വർഷങ്ങൾക്ക് ശേഷമാണ് യാഷിൻ്റെ ഒരു സിനിമ തിയേറ്ററുകളിലേക്ക് വരുന്നത്, KGF 2-ന് ശേഷം. അങ്ങനെ ഒരു 4.5 വർഷം ഒരു നടനെ നഷ്ടപ്പെടുത്തി കളഞ്ഞ സംവിധായകൻ എന്നുള്ളൊരു ലേബലും കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയ ഗീതുവിനെതിരെ തുറന്നടിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ സിനിമയ്ക്ക് പൊളിറ്റിക്കൽ രീതിയിൽ മാത്രമല്ല, ബുക്കിംഗ് രീതിയിലും ഉണ്ടാകുന്ന തിരിച്ചടി. അതുകൊണ്ട് തന്നെയാണ് ബുക്ക് മൈ ഷോയ്ക്ക് ഈ റിവ്യൂയിങ്, സാധാരണയായി ടിക്കറ്റ് ബുക്ക് ചെയ്ത ആർക്കും ആ പ്ലാറ്റ്ഫോമിനകത്ത് കയറി റിവ്യൂ ചെയ്യാം. പക്ഷേ ഇത് തുടർച്ചയായ നെഗറ്റീവ് റിവ്യൂകൾ, അതും വലിയ രീതിയിൽ നെഗറ്റീവ് റിവ്യൂ വരുന്ന പശ്ചാത്തലത്തിലാണ് ആ റിവ്യൂ തന്നെ ഡിസേബിൾ ചെയ്യുന്ന സാഹചര്യത്തിൽ ആ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിലേക്ക് മാറേണ്ടി വന്നിട്ടുണ്ട്. പക്ഷേ ആ ടിക്കറ്റിംഗ് പ്ലാറ്റ്ഫോമിൻ്റെ ഭാഗത്തു നിന്നും ഒരു മറുപടി ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണെന്ന്, ഈ നെഗറ്റീവ് റിവ്യൂ കൂടുന്ന സാഹചര്യമാണോ അതോ സിനിമയുടെ അണിയർ പ്രവർത്തകർ പറഞ്ഞിട്ട് നീക്കം ചെയ്തതാണോ തുടങ്ങിയ സാധ്യതയിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്തായാലും പ്രതീക്ഷിച്ചതുപോലെ ഒന്നും അല്ല കാര്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ആൻറ്റിസിപ്പേറ്റഡ് ആയിട്ട് സിനിമ ഏറ്റവും വലിയ ഡിസാസ്റ്റർ ആയിട്ട് മാറുന്ന കാഴ്ചയാണ് കാണുന്നത്. തീർച്ചയായും ഹരി സൂചിപ്പിച്ചതുപോലെ തന്നെ ഗീതു മോഹൻദാസിന്റെ ഈ പൊളിറ്റിക്കൽ ഇൻകറക്റ്റ്നെസ്സും ഡബിൾ സ്റ്റാൻഡേർഡ്സും അതുപോലെ ഈ സിനിമയിൽ ഒട്ടാകെ കാണിക്കുന്ന സ്ത്രീ വിരുദ്ധതയും ഒക്കെ വളരെ വലിയ ചർച്ചയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിനിമാ ലോകം രംഗത്തെത്തുകയാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട്. കൂടുതൽ വാർത്തകൾ നമുക്ക് വരും ദിവസങ്ങളിൽ അറിയാം.